വാർത്തകളിലേക്ക്. ചരിത്ര പദ്ധതിക്ക് ജില്ലയിലും തുടക്കമായി. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര. പ്രിയദർശിനി പദ്ധതിയെ ആഘോഷത്തോടെയാണ് വനിതകൾ സ്വീകരിച്ചത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. KSRTC ബസ്സുകളിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിക്ക് തുടക്കമായി. വനിതകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചത്. ജില്ലയിൽ 5 മണ്ഡലങ്ങളിലും മണ്ഡലം തല ഉദ്ഘാടനങ്ങളും നടന്നു. 205 KSRTC ബസ്സുകളാണ് ജില്ലയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൽ 114 ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്താം. അന്തർ സംസ്ഥാന സർവീസുകളും ഇതിൽപ്പെടും. വലിയ പ്രതീക്ഷയോടെയാണ് സർക്കാരിന്റെ ഈ സൗജന്യ യാത്രാ പദ്ധതിയെ വനിതകൾ നോക്കിക്കാണുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് KSRTC നിലവിൽ വന്നത്. 1965-ലാണ്. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഭാഗവാക്കാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇങ്ങനെ സ്ത്രീകൾക്ക് വളരെ മുൻപന്തിയിൽ, സാമ്പത്തികമായിട്ട് മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിലും എടുത്ത ഈ തീരുമാനം വളരെയധികം പ്രശംസനീയമാണ്. സന്തോഷമുണ്ട്. കാരണം കേരളത്തിലെ സ്ത്രീകളെല്ലാം ഈ ഇന്നത്തെ ദിവസം വളരെയധികം ആഹ്ലാദത്തിലാണ്. കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ക്ഷേമ പദ്ധതി ആദ്യമായിട്ടാണ് ആരംഭിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഗവൺമെന്റിനോട് നന്ദി പറയുകയാണ്. ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഇത് നടപ്പിലാകുകയില്ല എന്നുള്ള, വെറും പുറംപൂച്ച് മാത്രമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. 45 ദിവസം കൊണ്ട് ഇത്രയും സന്തോഷകരമായ, അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുതിയതായിട്ട് അധികാരമേറ്റ നിലപാടിന്റെ രാജകുമാരൻ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി രംഗത്ത് വന്നപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു മനോഹര നിമിഷത്തിന്റെ സാക്ഷിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ സാഹചര്യവും ഒരുക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഉടുമ്പൻചോലയിലെ മണ്ഡലം തല ഉദ്ഘാടനത്തിന് ശേഷം കമ്പംമെട്ടിലേക്ക് നടന്ന ആദ്യ സർവീസിനെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആഘോഷത്തോടെയാണ് വരവേറ്റത്. ബസ്സിനുള്ളിൽ യാത്രയിലുടനീളം പാട്ടുകൾ പാടിയും മധുരം വിളമ്പുകയും ചെയ്താണ് ആഘോഷമാക്കിയത്. ചരിത്രപരമായ തീരുമാനത്തിന് ഇരുകൈയും നീട്ടിയാണ് സ്ത്രീകളും പുരുഷന്മാരും എതിരേൽക്കുന്നത്. പാട്ടുപാടിയും ആഘോഷിച്ചുമൊക്കെയാണ് ഇന്ന് ആദ്യ യാത്രയെ ഇവർ ആഘോഷമാക്കി മാറ്റിയത്. ജോബിൻ കോശിക്കൊപ്പം അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.